ഇന്ന് പെരയത്തോൽക്കൊക്കെ നോമ്പായിട്ട് പെരയിൽ തിന്നാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരിക്കൽ തിന്നാൻ പോകുമ്പോ ഈ തുറപ്പിനെ വിളിച്ചിട്ടില്ലേ ഒരു സുഖം ഉണ്ടാവും. ഇതോന്റെ ഇന്റെ ഷട്ടറാന്ന് എല്ലാരോടും പറയാൻ പറഞ്ഞിക്കണോ. നമ്മൾ നേരെ പോയത് ഇന്റെ എളാമാന്റെ കുടി. എളാമ മുസ്ലിം ആയതുകൊണ്ട് എളാമാക്കും നോമ്പുണ്ടായി. അതുകൊണ്ട് അവിടുന്ന് ഒന്നും കിട്ടിയില്ല. എന്നാ പിന്നെ ട്രെൻഡ് ഫാക്ടറി പോയിട്ട് ഓരോ തുണി കുപ്പായുണ്ട്. ഇനി ഏതായാലും സാധാ ചോറ് ഇട്ടുന്ന ഒരു പീഡിയ തപ്പിങ്ങാണ്ട് പോവാ. അവസാനം ഒരു പീഡിയ കണ്ടുമ്പോൾ കൂടി ഇവിടെ നല്ലൊരു സാധാ ചോറ് തിന്നാനുള്ള ഒരു വൈബ്. ചോറും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇവനക്കാണെങ്കിൽ നോമ്പായോണ്ട് ബണ്ടിൽ ഒത്തിരിക്കുകയാണ്. ഇളനീര് കുടിച്ചാൽ വെളുക്കുന്ന യൂട്യൂബിൽ ഒരു അമ്മായി പറഞ്ഞു. ഇനി ഇളനീര് കുടിച്ചാണ്ട് വെളുക്കാതിരിക്കണ്ട വെച്ചിട്ട് ഒരു ഇളനീരും കുടിച്ചു. ഒരു ഉപ്പിലിട്ട മാങ്ങി തിന്നു. ഇപ്പുറത്തെ തപ്പന്നെ ഇളനീരിനെ പീഡിപ്പിച്ചു. രണ്ട് ഇളനീര് പെരയ്ക്ക് പാർസലും വാങ്ങി രാവിലെ കുടിച്ചു. വരുന്നേക്കത്തെ ഒരു നൊങ്ക് ഞാൻ അതിന്റെ ഒരു കുറവാണ്ടാച്ചിട്ട് ഒന്ന് തിന്നും ചെയ്ത് പെരയ്ക്ക് ഒരു പൊതി വാങ്ങും ചെയ്തു. ഒരു ഫേസ് വാഷ് സൺസ്ക്രീനും വാങ്ങും ചെയ്തു. കുടുംബം വെളുക്കാന്നല്ലാതെ ഞാനായിട്ട് വെളുക്കണു. വണ്ടി പേരെ കൊണ്ടിട്ടുകാണ്ട് ഞാൻ എന്റെ ചങ്ങായും ക്ലബ്ബ് പോയി. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരു പണിയും തൊഴിലില്ലാത്ത ഞങ്ങൾ രണ്ടാളും മാത്രമാണ്. പിന്നെ മയമാക്കി വൈകുന്നേരമായപ്പോ നമുക്ക് നോമ്പില്ലെങ്കിൽ നോമ്പറക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിട്ട് പോകും. ഈ പഹ എനിക്കും നോമ്പിൽ ഫ്രൂട്ട്സും വീടിൽ പോയപ്പോ നമ്മളെ പറമ്പ് കിടക്കണ ഞട്ടങ്ങൾക്ക് എന്തോ വലിയ ഇംഗ്ലീഷ് പേര് പറഞ്ഞു. താലയും കൂടി ഒന്ന് വട്ടം വേണ്ടിട്ട് പോവാണ് സിയാബിന്റെ അടുത്ത്. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം സൂപ്പർ വാഹന്റെ വീഡിയോ കണ്ടുവരാ പറഞ്ഞാൽ 10% ഡിസ്കൗണ്ട്. മുടി മട്ടിക്കാണ്ട് നമ്മളൊരു മന്തിയേക്കാൻ കയറി ഔതൊന്നുകാണ്ട് ഒരു ബക്കറ്റ് പെരയിൽ നിർത്തുകാണ്ട് നേരെ വിട്ടു ബണ്ടിക്ക് വണ്ടി അവിടെ ചെന്നപ്പോഴേ എന്നും പണ്ടില്ലാത്തൊരു വയ ഒന്നും നോക്കിയില്ല. പെര ചെന്നുകാണ്ട് ഓസ് എടുത്ത് വണ്ടിയാണ്. ബാക്കി നാളെ